ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന വർക്ക് അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറും. വി ആർ ഗോയിങ് ടു ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. നിങ്ങൾ ഒരു ചാർജ് ക്യൂ ഒരു ഒറിജിനിൽ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്കറിയാം, ഒരു ചാർജ് ഉണ്ട് എങ്കിൽ ആ ചാർജിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ ചാർജ് ക്യൂവിന് ചുറ്റും ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡിലുള്ള 2 പോയിൻറ്റ്സാണ് എയും ബിയും. ഒറിജിനിൽ നിന്നും എയിലേക്കുള്ള ദൂരം R1, അതായത് എൻ്റെ പൊസിഷൻ വെക്ടർ R1 ആണ്. ഒറിജിനിൽ നിന്നും ബിയിലേക്കുള്ള ദൂരം R2. ക്യൂ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിലുള്ള വേറൊരു പോയിൻ്റാണ് പി. പിയിലേക്കുള്ള ദൂരം r. ഒറിജിനിൽ നിന്നും പിയിലേക്കുള്ള ദൂരം r. അപ്പോൾ നമുക്കറിയാം പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എയിലും ബിയിലൊക്കെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഈ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ് കാണുക? പിയിലൊരു യൂണിറ്റ് പോസിറ്റീവ് ചാർജ് വെക്കുക. ഈ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ ക്യൂ ഇങ്ങോട്ടേക്കാണ് റിപ്പൽ ചെയ്യുക. അപ്പോൾ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അതിൻ്റെ വാല്യൂ ഇ ആണ്. ഇനി ഞാൻ ഈ പോയിൻ്റ് പിയിൽ ഒരു ടെസ്റ്റ് ചാർജ് Q0 വെക്കാൻ പോവാണ്. Now I have placed a test charge Q0 at P. Q0 is now lying in the electric field E produced by this charge Q. അത് കാരണം Q0ൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. F is equal to Q0 into E. ഒരു പോസിറ്റീവ് ചാർജിൻ്റെ മുകളിൽ ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ പോസിറ്റീവ് ചാർജ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ Q0 എന്ന ചാർജ് Q0E എന്ന ഫോഴ്സോട് കൂടി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. എനിക്ക് ആ Q0നെ അവിടെ തന്നെ നിർത്തണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഐ ഹാവ് ടു അപ്ലൈ എ ഫോഴ്സ് Q0E ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഈ Q0 ഈ ഡയറക്ഷനിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി ഞാൻ കൊടുക്കുന്ന ഫോഴ്സാണ് -Q0E. To prevent the charge Q0 from accelerating, the force applied is F is equal to -Q0E. ഇനി എനിക്ക് ഈ ചാർജ് Q0ന് ചെറിയൊരു ഡിസ്റ്റൻസ് dr ഫീൽഡിനെതിരെ മൂവ് ചെയ്യിക്കണം. ഇങ്ങോട്ടേക്ക് ഫീൽഡ് മൂവ് ചെയ്യിച്ചോളും. കാരണം ഇലക്ട്രിക് ഫീൽഡ് F is equal to QE എന്നുള്ള ഫോഴ്സ് കൊടുക്കുന്നത് കൊണ്ട് ആ ഫോഴ്സ് കാരണം ചാർജ് ഇങ്ങോട്ട് സ്വയം മൂവ് ചെയ്തോളും. പക്ഷേ ഫീൽഡിനെതിരെ മൂവ് ചെയ്യിക്കണമെങ്കിലോ ഐ വാണ്ട് ടു മൂവ് ദ ചാർജ് Q0 ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr. അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെറിയൊരു ഡിസ്റ്റൻസ് dr എനിക്ക് ചാർജ് Q0നെ മൂവ് ചെയ്യിക്കണം. നിങ്ങൾ ഡയറക്ഷൻ നോക്കുക, ഇലക്ട്രിക് ഫീൽഡിന് എതിരായിട്ടാണ്. അപ്പോൾ ചാർജിനെ സ്വയം മൂവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാണ് ചാർജ് മൂവ് ചെയ്യുക? നമ്മൾ വർക്ക് ചെയ്യണം. വി ഹാവ് ടു ഡു വർക്ക് ടു മൂവ് ദ ചാർജ് ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. എത്ര വർക്ക് ചെയ്യണം? വർക്ക് ഡണിൻ്റെ ഫോർമുല നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, F.S എന്നാണ് അല്ലേ. ഇവിടെ ഇലക്ട്രിക് ഫോഴ്സ് നമ്മൾ എത്ര ഫോഴ്സാണ് കൊടുക്കുന്നത്? -Q0E. ഇവിടെ നിങ്ങൾ കണ്ടതാ. അപ്പോൾ -Q എത്ര ഡിസ്റ്റൻസാണ് നമ്മൾ മൂവ് ചെയ്യിക്കുന്നത്? അതോടെ അളപ്പെടുത്തിട്ടുണ്ട് dr. സോ ദ വർക്ക് ഡൺ ടു മൂവ് ദ ചാർജ് Q0 ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് dr എഗെയിൻസ്റ്റ് ദ ഫീൽഡ് dW ഈക്വൽസ് -Q0E.dr. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് dr മൂവ് ചെയ്യിക്കണമെങ്കിൽ ഇത്രയും വർക്ക് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഈ ചാർജ് Q0നെ മൂവ് ചെയ്യിക്കണമെങ്കിൽ എത്ര വർക്ക് ചെയ്യണം? ഒന്നും കൂടി നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ Q0 ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ സ്വയം മൂവ് ചെയ്യും. ഫീൽഡിനെതിരായിട്ട് മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ എ എന്ന പോയിന്റിൽ നിന്നും ബി എന്ന പോയിന്റിലേക്ക് ഈ ചാർജ് Q0നെ മൂവ് ചെയ്യിക്കാൻ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡൺ ഇൻ മൂവിങ് ദ ചാർജ് Q0 ഫ്രം എ ടു ബി എഗെയിൻസ്റ്റ് ദ ഫീൽഡ്. നമ്മളതിനെ WAB എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് ചെയ്യുക. -A to B ഓഫ് Q0E.dr. ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക, നമ്മൾ നേരത്തെ തൊട്ട് മുൻപ് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഡെഫിനിഷൻ. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q
ഫ്രം വൺ പോയിൻ്റ് ടു അതർ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ്. അതിനല്ല ഇവിടെ പറയുന്നത് വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് Q0 ഫ്രം വൺ പോയിൻ്റ് ടു അതർ എഗെയിൻസ്റ്റ് ദ ഫീൽഡ് മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് Q0 E ഡോട്ട് dr. അപ്പോൾ ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജീൻ്റെ ഫോർമുല. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം വൺ പോയിൻ്റ് എ ടു അനദർ പോയിൻ്റ് ബി. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? ഇത് Q0 ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്കാണ്. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യേണ്ടി വരും? 10 മാങ്ങയ്ക്ക് 20 രൂപയാണെങ്കിൽ ഒരു മാങ്ങയ്ക്ക് എന്താണ് വില? അതെ, 20/10. Therefore work done to move a unit charge from A to B is WAB by Q0 equals minus integral A to B of E dot dr. This is the work done to move a unit charge from A to B. ഈ ഇൻ്റഗ്രലിന് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. എന്തിനാണ് ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്? നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസ് dr-നെയാണ്. ഈ dr എന്നുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഡിസ്റ്റൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിനെ ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ സർഫസിനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തത് അല്ലേ? ഗോസസ് തിയറം പഠിച്ചപ്പോൾ ഇൻ്റഗ്രൽ E ഡോട്ട് ds, അവിടെ നമ്മൾ സർഫസ് ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്തത്. സർഫസ് ഏരിയ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിന് സർഫസ് ഇൻ്റഗ്രൽ എന്നാണ് പറയുക. ഡിസ്റ്റൻസിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിന് ലൈൻ ഇൻ്റഗ്രൽ എന്നാണ് പറയുക. സർഫസ് ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്തായിരുന്നു ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? ഫ്ലക്സ് ആയിരുന്നു. ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് ds. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രലോ? ലൈൻ ഇൻ്റഗ്രൽ ഓഫ് E ഡോട്ട് ds എന്താ? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം A ടു B. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സർഫസ് ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് എഗെയിൻസ്റ്റ് ദ ഫീൽഡാണ്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ 2 പോയിൻ്റ് എന്ന് സമ്മറൈസ് ചെയ്യുക. വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് Q0 ഫ്രം A ടു B എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഫോർമുല മൈനസ് ഇൻ്റഗ്രൽ A ടു B ഓഫ് Q0 E ഡോട്ട് dr. അങ്ങനെയാണെങ്കിൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം A ടു B അഗെയിൻസ്റ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ WAB ബൈ Q0 ആണ്. അതിൻ്റെ വാല്യൂ മൈനസ് ഇൻ്റഗ്രൽ A ടു B ഓഫ് E ഡോട്ട് dr. ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നാണ് പറയുക കേട്ടോ. അതിലേക്ക് നമുക്ക് വരാം. ഇനി അപ്പം ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ഇപ്പം നമുക്ക് എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ ചാർജിനെ മൂവ് ചെയ്യിക്കുകയാണ്. ഞാൻ ഇതിലൂടെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചപ്പം എനിക്ക് കിട്ടിയത് മൈനസ് ഇൻ്റഗ്രൽ A ടു B ഓഫ് Q0 E ഡോട്ട് dr എന്നാണ് അല്ലേ? ഞാൻ അതിനെ മൂവ് ചെയ്യിക്കുന്നത് ഇതാ ഈ പാത്തിലൂടെയാണെങ്കിലോ ഇങ്ങനെയാണെങ്കിലോ ഞാൻ അതിനെ മൂവ് ചെയ്യിക്കുന്നത് ഇങ്ങനെ, അപ്പോഴും വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു തന്നെയാണ് വരിക. ഇനി അതല്ല, ഞാൻ എയിൽ നിന്നും ബിയിലേക്ക് ഞാൻ അതിനത് ഇങ്ങനെയാണ് മൂവ് ചെയ്യിക്കണമെങ്കിലോ, ഇങ്ങനെ മൂവ് ചെയ്യിക്കണമെങ്കിലും WAB ഈക്വൽസ് മൈനസ് ഇൻ്റഗ്രൽ A ടു B ഓഫ് Q0 E ഡോട്ട് dr. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദ വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദ പാത്ത്. ഈ പാതയായാലും ഈ പാതയായാലും സെയിം ആണ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ പോയിൻ്റ് എ ആൻഡ് ഫൈനൽ പോയിൻ്റ് ബി. അങ്ങനത്തെ ഫോഴ്സിന് എന്താ പറയുക? വർക്ക് ഡൺ എഗെയിൻസ്റ്റ് എ ഫോഴ്സ് ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്സ്. ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദ പാത്ത് ഫോളോഡ്. അങ്ങനത്തെ ഫോഴ്സിനെ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ നമ്മൾ മൂവ് ചെയ്യിക്കുന്നത് ഇലക്ട്രിക് ഫോഴ്സിനെതിരെയാണ്. ഇലക്ട്രിക് ഫോഴ്സിനെതിരെ ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് അതിൻ്റെ പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫോഴ്സ് എന്താണ്? കൺസർവേറ്റീവ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇലക്ട്രിക് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. ഞാനൊന്ന് വായിക്കാതെ, ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇൻ്റഗ്രൽ ഓഫ് AB E dot dr depends only on the endpoints A and B. അതായത് the work done to move the charge against the electric force depends only on the initial and final point and is independent of the path followed. So the electric force is conservative. നിങ്ങൾ കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള ചാപ്റ്റർ നോക്കിയാൽ മതി. അതിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൺസർവേറ്റീവ് ഫോഴ്സാണ് നമ്മൾ എക്സാമ്പിൾ സഹിതം പറയുന്നുണ്ട്. നിങ്ങൾ ഒരു പോസിറ്റീവ് ചാർജ് ക്യാപിറ്റൽ Q കൺസിഡർ ചെയ്യുക. ആ ക്യാപിറ്റൽ Qവിന് ചുറ്റും ഒരു മഞ്ഞ ഷെയ്ഡ് കാണാം അല്ലേ?
ആ ക്യാപിറ്റൽ ക്യൂവിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ആ ഇലക്ട്രിക് ഫീൽഡുള്ള ഭാഗമാണ് നമ്മൾ ആ മഞ്ഞ സർക്കിൾ കൊണ്ട് അടയാളപ്പെടുത്തിയത്. ആ മഞ്ഞ സർക്കിളിൻ്റെ പുറത്ത് ആ ക്യാപിറ്റൽ ക്യൂ കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇല്ല. അങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത ആ സ്പേസിനെ നമ്മൾ ഇൻഫിനിറ്റി എന്നാണ് പറയാം. നമ്മൾ ഇൻഫിനിറ്റിയിൽ ഒരു ടെസ്റ്റ് ചാർജ് Q0 വെച്ചിട്ടുണ്ട്. ആ ടെസ്റ്റ് ചാർജിൻ്റെ വാല്യൂ 1 കൂളുംബാണ്. ഈ 1 കൂളുംബ് ടെസ്റ്റ് ചാർജിനെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിന് എതിരെ മൂവ് ചെയ്യിച്ച് എ എന്നുള്ള പോയിന്റിലേക്ക് എത്തിക്കണം. നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ മനസ്സിലാവും, ഇലക്ട്രിക് ഫീൽഡ് റൈറ്റിലേക്കാണ്, എ എന്നുള്ള പോയിന്റ് കിടക്കുന്നത് ഇലക്ട്രിക് ഫീൽഡിലാണ്. അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് 1 കൂളുംബിനെ എനിക്ക് ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്തിട്ട് എ എന്നുള്ള പോയിന്റിൽ എത്തിക്കണം. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വർക്ക് ചെയ്യണം. സോ ഐ ഹാവ് ടു ഡു സം വർക്ക് ടു പുഷ് to move the charge Q0 from infinity to the point A. ഇങ്ങനെ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറയാം. ഇനി നമ്മളൊന്ന് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. The electric potential in an electric field at a point is the amount of work done in moving a unit positive charge from infinity to that point against the electric force. ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരായി ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്കിനെയാണ് നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുക. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞു, വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം എ ടു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി ഓഫ് ഇ ഡോട്ട് ഡി ആർ അല്ലേ. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് ചാർജിനെ ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ട വർക്ക് എന്തായിരിക്കും? മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു എ ഓഫ് ഇ ഡോട്ട് ഡി ആർ. ബൈ ഡെഫിനേഷൻ ആ വർക്ക് ഡണിന് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്നാണ് പറയുക. ഡിനോട്ട് ചെയ്യുക വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ യു ക്യാൻ റൈറ്റ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിന്റ് എ അഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ് is given by V equals minus integral infinity to A of E dot dr. നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ പോയിൻ്റ് അല്ല എഴുതുക, ഒറിജിനിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് എഴുതുക. അപ്പോൾ നമ്മളെടുത്ത പോയിൻ്റ് എ ഒറിജിനിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയാണ് എങ്കിൽ നമുക്ക് ആ ഇൻ്റഗ്രൽ ഇങ്ങനെ മാറ്റി എഴുതുക. V ഈക്വൽസ് മൈനസ് ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഓഫ് ഇ ഡോട്ട് ഡി ആർ. അപ്പോൾ നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഇതിനൊന്ന് വേർഡ്സിലാക്കി നോക്കിയാലോ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് ദ നെഗറ്റീവ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ഫ്രം ഇൻഫിനിറ്റി ടു ദ പോയിൻ്റ് എ. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഡിഫൈൻ ചെയ്യാം. ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ഈസ് electrostatic potential at a point is the negative line integral of the electric field from infinity to that point. ഇനി നമ്മൾ പൊട്ടൻഷ്യലായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യുക. അതിൽ ആദ്യത്തെ പോയിൻ്റ്, നമ്മളെ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷനിൽ ഇക്വേഷനിൽ നെഗറ്റീവ് സൈൻ കാണാം അല്ലേ. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് വി ഈസ് ഈക്വൽ ടു മൈനസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡോട്ട് ഡി ആർ എന്നാണ്. ആ നെഗറ്റീവ് സൈൻ എന്തിനാണ് കാണിക്കുന്നത്? ദ നെഗറ്റീവ് സൈൻ ഷോസ് ദാറ്റ് വി ആർ മൂവിങ് ദ ചാർജ് ഓപ്പോസിറ്റ് ടു ദ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരായിട്ടാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ വി ആർ മൂവിങ് ദ ചാർജ് ഓപ്പോസിറ്റ് ദ ഫീൽഡ് എന്നതിനെയാണ് ആ നെഗറ്റീവ് സൈന് കാണിക്കുന്നത്. ഇനി രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ പൊട്ടൻഷ്യലിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞതാണ്. പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻറ്റ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫോഴ്സ്. അപ്പോൾ വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ വി ആണ് അല്ലേ. ഒരു യൂണിറ്റ് ചാർജിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് വി. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് ക്യൂവിനെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം? യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്കാണ് പൊട്ടൻഷ്യൽ വി. അങ്ങനെയാണെങ്കിൽ ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ എത്ര വർക്ക് ചെയ്യണം? ഒരു മാങ്ങക്ക്
2 രൂപയാണെങ്കിൽ 5 മാങ്ങക്ക് എത്ര രൂപയാവും? 5 × 2. അപ്പോൾ ഒരു യൂണിറ്റ് ചാർജിന് മൂവ് ചെയ്യിക്കാൻ V വർക്ക് ചെയ്യണമെങ്കിൽ Q ചാർജിന് മൂവ് ചെയ്യിക്കാൻ എത്ര വർക്ക് ചെയ്യണം? W = QV. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചാർജ് ക്യൂവിനെ ഇലക്ട്രിക് ഫോഴ്സിനെതിരെ മൂവ് ചെയ്യിക്കുകയാണെങ്കിൽ അത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ എനർജി = QV. നമ്മൾ കഴിഞ്ഞ കൊല്ലം മെക്കാനിക്സ് പഠിച്ചപ്പം പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്തത് PE എന്നാണ് അല്ലേ. ഇലക്ട്രിസിറ്റിയിലും മാഗ്നറ്റിസത്തിലും പൊട്ടൻഷ്യൽ എനർജി ഡിനോട്ട് ചെയ്യുക U എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് പറയാം U = QV. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല അതാണ്, U = QV. ഇനി മൂന്നാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റാണ്. ഫോർമുല ഇതിപ്പോൾ നമ്മളിപ്പോൾ പഠിച്ച ഫോർമുല U = QV എന്നോ അല്ലെങ്കിൽ വർക്ക് ഡൺ W = QV എന്നോ എന്നുള്ള ഫോർമുല എഴുതുക. ഇപ്പോൾ V എന്ന് പറഞ്ഞാൽ W/Q എന്നാണ് വരിക. വർക്കിൻ്റെ യൂണിറ്റ് ജൂളും ചാർജിൻ്റെ യൂണിറ്റ് കൂളുമ്പും. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വരിക ജൂൾ/കുളുമ്പ്. ജൂൾ/കുളുമ്പിന് പറയുന്ന വേറൊരു പേരാണ് വോൾട്ട്. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും ഒരു വോൾട്ട് ഡിഫൈൻ ചെയ്യാൻ. വോൾട്ട് ഡിഫൈൻ എന്താ ചെയ്യുക? ആദ്യം ഡബ്ല്യുവിൻ്റെ V = W/Q എന്നുള്ള ഫോർമുല എഴുതുക. എല്ലാ ടേംസും 1 ആക്കുക. W 1 ജൂള്, Q 1 കൂളുമ്പാണെങ്കിൽ V = എന്താ വരിക? 1 വോൾട്ട്. അപ്പോൾ നമുക്ക് പറയാം പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഈസ് 1 വോൾട്ട് ഇഫ് ദ വർക്ക് ഡൺ ടു മൂവ് എ 1 കുളുമ്പ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ് ഈസ് 1 ജൂൾ. ഇനി അടുത്തത് പൊട്ടൻഷ്യലിൻ്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. അപ്പോൾ പൊട്ടൻഷ്യൽ = W/Q എന്നാണ്. ഡബ്ല്യുവിൻ്റെ ഡയമെൻഷണൽ ഫോർമുല mL² T⁻² ആണ്. ചാർജിൻ്റെത് IT ആണ്. അപ്പോൾ അതുകൊണ്ട് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടുക mL² T⁻³ I⁻⁻1. ഇനി അഞ്ചാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ സ്കേലാറാണ്. പൊട്ടൻഷ്യൽ V = E.dr എന്നല്ലേ. അപ്പോൾ 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും സ്കേലാറാണ്. ഒന്നുകൂടി പറയാം, 2 വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് സ്കേലാറാണ്. അതുകൊണ്ട് പൊട്ടൻഷ്യൽ സ്കേലാറാണ്. ഇനി ആറാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ അറ്റ് ഇൻഫിനിറ്റി ഈസ് 0. ആ പോയിൻ്റ് നമുക്കൊന്ന് ഇലാബറേറ്റ് ചെയ്ത് നോക്കുക. ഇൻഫിനിറ്റി എന്ന് ഫിസിക്സിൽ പറയുന്നതും മാത്സിൽ പറയുന്നതും വ്യത്യാസമുണ്ട്. മാത്സിൽ ഇൻഫിനിറ്റി അല്ല, ഫിസിക്സിൽ ഇൻഫിനിറ്റി. ഇപ്പോൾ നമ്മളൊരു ചാർജ് Q കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് ചുറ്റും ഒരു സ്പേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും അല്ലേ. ആ സ്പേസിന് പുറത്ത് എന്തുണ്ടാവില്ല? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. ഒരു പ്രത്യേക സ്പേസിൽ മാത്രമേ ആ ചാർജ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലാത്ത സ്പേസൊക്കെ ഇൻഫിനിറ്റിയാണ് ഫിസിക്സിൽ. അപ്പോൾ നമ്മൾ ഇൻഫിനിറ്റി എടുക്കുമ്പോൾ ഇൻഫിനിറ്റിയിൽ ചാർജിൻ്റെ ഇഫക്റ്റ് ഇല്ല. ചാർജ് ഉണ്ടെങ്കിലേ ഫോഴ്സും ഫീൽഡും പൊട്ടൻഷ്യലും ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യലിൻ്റെ വാല്യൂ V = 0. ഇനി ഏഴാമത്തെ പോയിൻ്റ് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോസിറ്റീവ് ചാർജ് ഈസ് പോസിറ്റീവ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ നെഗറ്റീവ് ചാർജ് ഈസ് നെഗറ്റീവ്. പോസിറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്, നെഗറ്റീവ് പൊട്ടൻഷ്യലും ഉണ്ട്. ഒരു പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ പോസിറ്റീവ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ നെഗറ്റീവ് ആയിരിക്കും. നമ്മൾ ഒരു ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ്, ഫീൽഡ്, ഫ്ലക്സ്, ഇപ്പോൾ ഈ ചാപ്റ്ററിൽ പൊട്ടൻഷ്യലും പഠിച്ചു അല്ലേ. അതിൽ ഫോഴ്സും ഫീൽഡും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. ഇപ്പോൾ ഒരു ചാർജ് നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫോഴ്സ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഫോർമുല എഴുതുമ്പോൾ 1/4πε0 അല്ലേ, F = QE എന്നുള്ള ഫോർമുല എഴുതുകയാണ്. അപ്പോൾ അത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നമ്മൾ F = -QE എന്ന് എഴുതാറില്ല. അപ്പോൾ ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് സൈൻ ഇടണ്ട. കാരണം ഫോഴ്സ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വേറെ പറയും. അതേപോലെ ഇലക്ട്രിക് ഫീൽഡും ഒരു നെഗറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മൈനസ് ഇടണ്ട. കാരണം ഇലക്ട്രിക് ഫീൽഡ് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, അതിൻ്റെ ഡയറക്ഷൻ നമ്മൾ വേറെ പറയും. അപ്പോൾ ഫോഴ്സും ഫീൽഡും കാൽക്കുലേറ്റ് ചെയ്യുമ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ആ ചാർജിന് മൈനസ് നിങ്ങൾ പ്രോബ്ലം ഒന്നും ചെയ്യുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. ഇനി പൊട്ടൻഷ്യൽ നോക്കുക നമ്മൾ. പൊട്ടൻഷ്യലും അതേപോലെ ഫ്ലക്സും. ഫ്ലക്സിൻ്റെ ഫോർമുല φ = Q/ε0 ആണ് അല്ലേ. ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്, അതിന് ഡയറക്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ചാർജിൻ്റെ വാല്യൂ നെഗറ്റീവ് ചാർജാണ് പ്രോബ്ലത്തിൽ തന്നത് എങ്കിൽ ചാർജിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നിങ്ങൾ മൈനസ് ഇടണം. φ = -Q/ε0 എന്ന് ഇടണം. നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഫ്ലക്സിന് നിങ്ങൾ മൈനസ് ഇടണം, കാരണം ഫ്ലക്സ് സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ പൊട്ടൻഷ്യൽ ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോബ്ലം ചോദിക്കുമ്പം
നെഗറ്റീവ് ചാർജാണ് തന്നത് എങ്കിൽ ആ മൈനസ് സൈന് നിങ്ങൾ ആ ചാർജിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഞാനൊന്ന് സമ്മറൈസ് ചെയ്യാം. ഫോഴ്സോ ഫീൽഡോ പ്രോബ്ലത്തിൽ ചോദിക്കുമ്പം നെഗറ്റീവ് ചാർജാണ് തന്നത് എങ്കിൽ മൈനസ് സൈൻ അതിൽ ഇടണ്ട. കാരണം അത് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, നമ്മൾ ഡയറക്ഷൻ നമ്മൾ വേറെ എഴുതുന്നുണ്ടാവും. അതുകൊണ്ട് മൈനസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഇടണ്ട. എന്നാലൊരു ഫ്ലക്സോ അല്ലെങ്കിൽ പൊട്ടൻഷ്യലോ ആണ് എങ്കിൽ, നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നിങ്ങൾ മൈനസ്ന്ന് പ്രോബ്ലത്തിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ചാർജിൻ്റെ വാല്യൂ. ഇനി നമുക്ക് 8ാമത്തെ പോയിൻ്റ് എടുക്കുക. വെൻ പോസിറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഇൻക്രീസസ്. ചാർജൊന്നും ഇല്ലാത്തൊരു ബോഡിയാണെന്ന് ഇരിക്കുക, അതിലേക്ക് ഞാനൊരു ചാർജ് കൊടുത്തു, അപ്പോൾ അതിന് പൊട്ടൻഷ്യലായി. ഒരു പോസിറ്റീവ് ചാർജ് കൂടി കൊടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. ഒരു പോസിറ്റീവ് ചാർജ് കൂടി കൊടുത്തു, അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. അപ്പോൾ പോസിറ്റീവ് ചാർജുകൾ കൊടുക്കുന്നതനുസരിച്ചിട്ട് ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ, നമ്മൾ നെഗറ്റീവ് ചാർജൊന്നും ഇല്ലാത്ത ബോഡിക്ക് ഒരു നെഗറ്റീവ് ചാർജ് കൊടുത്താൽ അതിൻ്റെ പൊട്ടൻഷ്യൽ മൈനസ് ആയിരിക്കും. ഒരു നെഗറ്റീവ് ചാർജ് കൂടി കൊടുത്താലോ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ മൈനസ് ആവും. കൂടുതൽ നെഗറ്റീവ് ചാർജ് കൊടുക്കുന്നതനുസരിച്ചിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടുതൽ നെഗറ്റീവ് ആവും. നമ്മൾ പറയും വെൻ നെഗറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ ബോഡി ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ്. ഇനി 9ാമത്തെ പോയിൻ്റ്, പോസിറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ. 2 ബോഡി ഉണ്ട്, അതിലൊരു ബോഡിക്ക് ഹൈ പൊട്ടൻഷ്യലും വേറൊരു ബോഡിക്ക് ലോ പൊട്ടൻഷ്യലുമാണ്. ചാർജുള്ള ബോഡീസാണ്, പോസിറ്റീവ് ചാർജുള്ള ബോഡീസാണ് രണ്ടും. അപ്പോൾ ആ 2 ബോഡി നമ്മൾ കോൺടാക്റ്റിൽ വെക്കുകയാണെങ്കിൽ എപ്പോഴും ഹൈ പൊട്ടൻഷ്യലുള്ള ബോഡിയിൽ നിന്നാണ് ലോ പൊട്ടൻഷ്യലുള്ള ബോഡിയിലേക്ക് പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക. ഈ നെഗറ്റീവ് ചാർജ് ആണെങ്കിലോ നേരെ തിരിച്ചാ, ലോവർ പൊട്ടൻഷ്യലുള്ള ബോഡിയിൽ നിന്ന് ഹയർ പൊട്ടൻഷ്യലുള്ള ബോഡിക്കാണ് നെഗറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക. പോസിറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ഹയർ ടു ലോവർ പൊട്ടൻഷ്യൽ, നെഗറ്റീവ് ചാർജസ് ഫ്ലോ ഫ്രം ലോവർ ടു ഹയർ പൊട്ടൻഷ്യൽ. അതൊരു വീഡിയോ വഴി നിങ്ങൾക്ക് 9ാമത്തെ പോയിൻ്റ് ഒരു അനിമേഷൻ വഴി നിങ്ങൾക്ക് ഒന്നുകൂടി വ്യക്തമാക്കി തരാം. ഇവിടെ നിങ്ങൾക്ക് ടാങ്ക് എയിലും ടാങ്ക് ബിയിലും വെള്ളം കാണാം. ടാങ്ക് എയിലുള്ള വെള്ളത്തിൻ്റെ ലെവലാണ് കൂടുതൽ. നിങ്ങൾ ആ സ്റ്റോപ്പ് ക്ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ടാങ്ക് എയിൽ നിന്ന് ബിയിലേക്ക് വെള്ളം ഒഴുകും till the water in both the tanks are at the same level. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, വെള്ളം ഒഴുകുന്നത് 2 ടാങ്കിലുള്ള വെള്ളത്തിൻ്റെ എമൗണ്ടിനനുസരിച്ചിട്ടല്ല, വെള്ളത്തിൻ്റെ ലെവൽ അനുസരിച്ചിട്ടാണ് ഒരു ടാങ്കിൽ നിന്നും മറ്റേ ടാങ്കിലേക്ക് വെള്ളം ഒഴുകുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇത് 2 ഇരുമ്പ് കഷ്ണങ്ങളാണ്. ആദ്യത്തെ ഇരുമ്പ് കഷ്ണം നല്ല ഹോട്ടാണ്, എ. ബി എന്നുള്ള ഇരുമ്പ് കഷ്ണം ടെമ്പറേച്ചർ കുറഞ്ഞ, ചൂട് കുറഞ്ഞ ഇരുമ്പ് കഷ്ണമാണ്. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റ് വെച്ചാൽ എന്താ സംഭവിക്കുക? എയിൽ നിന്നും ബിയിലേക്ക് ഹീറ്റ് ഒഴുകും. എയിൽ നിന്നും ബിയിലേക്ക് ഹീറ്റ് ഒഴുകാൻ കാരണം എ ആണ് കൂടുതൽ ഹോട്ട് എന്നുള്ളത് കൊണ്ടാണ്. ദ ഹീറ്റ് ഫ്ലോ വിൽ കണ്ടിന്യൂ ടിൽ ബോത്ത് ദ അയോൺ ബ്ലോക്സ് ഹാവ് ദ സെയിം ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ തുല്യമാവുന്നത് വരെയാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇവിടെ ഹീറ്റിൻ്റെ ഫ്ലോ തീരുമാനിക്കുന്നത് 2 ബ്ലോക്കിൻ്റെയും ടെമ്പറേച്ചറാണ്. ഇതേപോലെ നമുക്ക് ഇലക്ട്രിക് പൊട്ടൻഷ്യലിനെയും മനസ്സിലാക്കാൻ സാധിക്കും. 2 ബോഡിയാണ്. ആദ്യത്തെ ബോഡി എ, അതിൽ വലിയ ബോഡിയാണ്, ചാർജും കൂടുതലുണ്ട്. രണ്ടാമത്തെ ബോഡി ചെറുതാണ്, അതിൽ ചാർജ് കുറവാണ്. വി ആർ അസ്യൂമിങ് ദാറ്റ് ദ ബോഡി ബി ഈസ് അറ്റ് എ ഹയർ പൊട്ടൻഷ്യൽ. ബിക്കാണ് പൊട്ടൻഷ്യൽ കൂടുതൽ. ഇത് രണ്ടും തമ്മിൽ നമ്മൾ കോണ്ടാക്റ്റിൽ വെച്ചാൽ ചാർജ് ഏതിൽ നിന്ന് ഏതിലേക്കാണ് ഫ്ലോ ചെയ്യുക? നമ്മൾ നോക്കുക, അനിമേഷൻ നോക്കുക, കണ്ടോ? ചാർജ് ഫ്ലോ ഫ്രം ബി ടു എ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ചാർജ്, പോസിറ്റീവ് ചാർജ് ഫ്ലോ ചെയ്യുക ഹയർ പൊട്ടൻഷ്യലിൽ നിന്നും ലോവർ പൊട്ടൻഷ്യലിലേക്കാണ്. ഏതുവരെ ഫ്ലോ ചെയ്യും? 2 ബോഡിയിലും തുല്യ പൊട്ടൻഷ്യൽ ആവുന്നത്. ചിത്രം നോക്കൂ, ചാർജ് അല്ല തുല്യമാവുന്നത്. 2 ബോഡിയിലും എയിലും ബിയിലും പൊട്ടൻഷ്യൽ സെയിം ആവുന്നത് വരെ ചാർജ് ഫ്ലോ ചെയ്യും. അപ്പോൾ ഒരു ബോഡിയിൽ നിന്ന് വേറെ ബോഡിയിലേക്ക് ചാർജ് ഫ്ലോ ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത് പൊട്ടൻഷ്യലാണ്. ദ ചാർജ് വിൽ ഫ്ലോ ടിൽ ബോത്ത് ദ ബോഡീസ് ഹാവ് ദ സെയിം പൊട്ടൻഷ്യൽ. സെയിം ചാർജ് അല്ല, സെയിം പൊട്ടൻഷ്യൽ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. നമ്മളൊരു പോയിൻ്റ് ചാർജ് ക്യൂ കാണുക. ക്യൂവിൽ നിന്നും 6 ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിൻ്റ് എ കൺസിഡർ ചെയ്യുക. ക്യൂ കാരണം എയിലൊരു ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഉണ്ടാവും.
we are going to find the electric potential at the point A due to the charge Q. നമ്മൾ ആ പൊട്ടൻഷ്യൽ ഡെഫിനിഷൻ പഠിച്ചാണ് വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദിസ് പോയിൻ്റ് എ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് എന്നാണ്. നമ്മൾ ഒറ്റയടിക്ക് ഇൻഫിനിറ്റിയിൽ നിന്നും എയിലേക്ക് ഒരു ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ കാണുന്നതിന് പകരം നമ്മൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് ഡൺ കണ്ടുപിടിക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ക്യൂവിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് അകലെയായിട്ട് ഒരു പോയിൻ്റ് പി കൺസിഡർ ചെയ്യുക. അപ്പോൾ ക്യൂ കാരണം പിയിലൊരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. അതിൻ്റെ ഫോർമുല നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഈ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഇ ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ. ക്യൂവിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എക്സ് ആയതുകൊണ്ടാണ് ക്യൂ ബൈ എക്സ് സ്ക്വയർ. പിയിലൊരു 1 കൂളുംബ് ചാർജിനെ വെച്ചാൽ ആ ചാർജ് എങ്ങോട്ടാണ് മൂവ് ചെയ്യുക, ഈ ക്യൂ ഈ 1 കൂളുംബ് ചാർജിനെ റൈറ്റിലേക്കാണ് ഡിഫ്ലക്റ്റ് ചെയ്യിക്കുക. അതുകൊണ്ട് തന്നെ പിയിലുള്ള ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ റൈറ്റിലേക്കാണ്. നമ്മൾ പിയിൽ വെച്ച 1 കൂളുംബ് ചാർജിനെ ഇലക്ട്രിക് ഫീൽഡിനെതിരെ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ്, പി ക്യൂ എന്നുള്ള ഡിസ്റ്റൻസ് ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് മൂവ് ചെയ്യിക്കുന്നു. അങ്ങനെ ചെയ്യാൻ വർക്ക് ചെയ്യണം. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് അറ്റ് പി ത്രൂ എ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ് എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡി ഡബ്ല്യു. സ്മോൾ വർക്ക് ആയതുകൊണ്ട് ഡി ഡബ്ല്യു എന്നാണ് കൊടുക്കുക. ഫോർമുല നിങ്ങൾക്കറിയാം, എഫ് ഡോട്ട് എസ്. എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ എന്നാണ്. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എഫ് ഇസ് ഈക്വൽ ടു ക്യു ഇ. ക്യൂവിൻ്റെ വാല്യൂ 1 കുളുംബ, ഇവിടെ വെച്ചത് 1 കുളുംബ. അപ്പോൾ ക്യൂ 1 ആകുമ്പോൾ ഇതിൻ്റെ വാല്യൂ വരിക ഇ ഡോട്ട് ഡി എക്സ്. ഇ ഇങ്ങോട്ടും ഡി എക്സ് ഇങ്ങോട്ടുമാണ്. സോ തീറ്റ ഈസ് 180 ഡിഗ്രി. സോ യു ഗെറ്റ് ഇ ഡോട്ട് ഡി എക്സ് ഈക്വൽസ് ഇ ഡി എക്സ് കോസ് 180 ഈക്വൽസ് മൈനസ് ഇ ഡി എക്സ്. അപ്പോൾ ചെറിയൊരു ഡിസ്റ്റൻസ് ഡി എക്സ് ഇലക്ട്രിക് ഫീൽഡിനെതിരെ മൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ് മൈനസ് ഇ ഡി എക്സ്. അങ്ങനെയാണെങ്കിൽ ഇൻഫിനിറ്റിയിൽ നിന്നും എ എന്ന പോയിന്റിലേക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ട വർക്ക് എന്തായിരിക്കും, അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ എഗെയിൻസ്റ്റ് ദ ഇലക്ട്രിക് ഫീൽഡ് ഡബ്ല്യു ഈക്വൽസ് ഇൻ്റഗ്രൽ ഓഫ് ഇ ഡി എക്സ് ഫ്രം ഇൻഫിനിറ്റി ടു എ. നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം പോയിൻ്റ് എല്ലാം എഴുതുക, ചാർജിൽ നിന്നും പോയിന്റിലേക്കുള്ള ദൂരമാണ് എഴുതുക. അതുകൊണ്ട് എൻ്റെ സ്ഥാനത്ത് ആർ എന്ന് എഴുതി. ഇൻ്റെ വാല്യൂ ഇവിടെ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/4πε0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് വരും. ഇവിടെ ഫംഗ്ഷൻ ഡി എക്സ് ആണ്. അപ്പോൾ എക്സ് സ്ക്വയർ മാത്രം ഉള്ളിൽ വെക്കുക, ബാക്കി ടേംസൊക്കെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുക. മൈനസ് 1/4πε0 ക്യൂ ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ്. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് നിങ്ങൾ അതിൻ്റെ വാല്യൂ പഠിച്ചതായിരിക്കും. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് ഈക്വൽസ് മൈനസ് 1/x. നിങ്ങൾ പഠിച്ചതാ. ഇൻ്റഗ്രൽ ഓഫ് 1/x സ്ക്വയർ ഡി എക്സ് ഈക്വൽസ് മൈനസ് 1/x. അപ്പോൾ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് 1/4πε0 ക്യൂ ഇൻറ്റു ഇതിൻ്റെ വാല്യൂ മൈനസ് 1/x. ലിമിറ്റ് കൊടുക്കുക ഇൻഫിനിറ്റി ടു ആർ. ഇനി എക്സിന് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക, പിന്നെ എക്സിന് ലോവർ ലിമിറ്റ് കൊടുക്കുക. മൈനസും മൈനസും പ്ലസ് ആവും. 1/4πε0 ക്യൂ ഇൻറ്റു 1/r മൈനസ് 1/∞ എന്ന് വരും. 1/∞ 0 ആണ്. സോ ആൻസർ ഈസ് ഡബ്ല്യു ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ. ബൈ ഡെഫിനിഷൻ ദിസ് വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യലാണ്. വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു എ. അപ്പോൾ നമുക്ക് പൊട്ടൻഷ്യൽ ഡിനോട്ട് ചെയ്യുക വി എന്നുള്ള ലെറ്റർ കൊണ്ടാണ്. സോ യു ക്യാൻ റൈറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ് വി ഈക്വൽസ് 1/4πε0 ക്യൂ ബൈ ആർ. അടുത്തത് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ നമ്പർ ഓഫ് ചാർജസ്. കുറേ ചാർജ് ഉണ്ടെങ്കിലോ, അപ്പോൾ എ എന്നൊരു പോയിന്റ് കൺസിഡർ ചെയ്യുക. എയിൽ നിന്ന് R1 ഡിസ്റ്റൻസ് അകലെയാണ് Q1, എയിൽ നിന്ന് R2 ഡിസ്റ്റൻസ് അകലെയാണ് Q2, എയിൽ നിന്ന് R3 ഡിസ്റ്റൻസ് അകലെയാണ് -Q3. ഒരു നെഗറ്റീവ് ചാർജും ഉണ്ട് കേട്ടോ. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ? Q1 പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ V1, Q2 കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ V2, Q3 കാരണം എയിലുള്ള പൊട്ടൻഷ്യൽ V3. അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ എന്ന് പറഞ്ഞാൽ V1 + V2 + V3. ഇത് പൊട്ടൻഷ്യലി സ്കേലാർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് ഓർഡിനറി ഓൾജിബ്രിക് സം എടുത്താൽ മതി, വെക്ടർ സം അല്ല. വാല്യൂ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. V1 എന്ന് പറഞ്ഞാൽ 1/4πε0 Q1/R1, V2 എന്ന് പറഞ്ഞാൽ 1/4πε0 Q2/R2, V3 എന്ന് പറഞ്ഞാൽ 1/4πε0 - Q3/R3.
നെഗറ്റീവ് ചാർജാണ്. അപ്പം പൊട്ടൻഷ്യൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പം നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ നെഗറ്റീവ് സൈന് ഇടണം. ഇനി നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്ത് എന്താ കിട്ടുക? നെറ്റ് പൊട്ടൻഷ്യൽ അറ്റ് എ വി ഈക്വൽസ് 1/4πε0 Q1/R1 പ്ലസ് Q2/R2 മൈനസ് Q3/R3. Capacitor is a device that store large quantities of electrical charges. ചാർജ് സ്റ്റോർ ചെയ്യുന്ന വേറൊരു ഡിവൈസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ബാറ്ററി അല്ലെങ്കിൽ സെല്ല്. അതുപോലെ തന്നെ ചാർജ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. ഒരു കണ്ടക്ടറിലേക്ക് നിങ്ങളൊരു പോസിറ്റീവ് ചാർജ് കൊടുത്താൽ ആ കണ്ടക്ടറിന് ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും. ഒരു പോസിറ്റീവ് ചാർജും കൂടി ആഡ് ചെയ്താലോ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. ഒരു പോസിറ്റീവ് ചാർജും കൂടി പിന്നെ ആഡ് ചെയ്താലോ വീണ്ടും അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. നമ്മൾ പറഞ്ഞതാണ്, when positive charges are given to a body its potential increases. അതിനെങ്ങനെ ഇക്വേഷൻ ആക്കി എഴുതുക? Q proportional to V. ചാർജ് Q കൂടുന്നതനുസരിച്ചിട്ട് ആ കണ്ടക്ടറിൻ്റെ പൊട്ടൻഷ്യലും കൂടും. പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റന്റ് എഴുതും, Q is equal to CV, where C is a constant called capacitance. Capacitance is the ability of a conductor to store electric charges. ഇലക്ട്രിക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു കണ്ടക്ടറിൻ്റെ എബിലിറ്റിയെയാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കപ്പാസിറ്റൻസ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിലാദ്യം അതിൻ്റെ യൂണിറ്റ് ആണ്. C is equal to Q/V എന്നാണ് ചാർജിൻ്റെ യൂണിറ്റ് കൂളുംബ്, പൊട്ടൻഷ്യലിൻ്റെ യൂണിറ്റ് വോൾട്ട്. കൂളുംബ് പെർ വോൾട്ടിന് പറയുന്ന പേരാണ് ഫാരഡ്. ഡിനോട്ട് ചെയ്യുക ക്യാപിറ്റൽ F. ഫാരഡ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഇക്വേഷനിലെ എല്ലാ ടേംസും 1 ആക്കുക. Q1 കുളുംബ്, V1 വോൾട്ട്, then C is equal to 1 ഫാരഡ്. നമുക്ക് നോക്കാം. If Q equals 1 coulomb, V equals 1 volt, then C is equal to 1 farad. ഒരു കണ്ടക്ടറിലേക്ക് 1 കുളമ്പ് ചാർജ് കൊടുത്തപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ 1 വോൾട്ട് ആണ് കൂടുന്നത് എങ്കിൽ we can say that conductor has a capacitance of 1 farad. The capacitance of a conductor is 1 farad if a charge of 1 coulomb given to it increases its potential by 1 volt. ഈ ഫാരഡ് എന്നുള്ളത് വലിയ യൂണിറ്റ് ആണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് മില്ലി ഫാരഡ്. നിങ്ങൾക്കറിയാം 10⁻³ ഫാരഡ് ആണ്. 1 മൈക്രോ ഫാരഡ് എത്ര ഫാരഡാ? 10⁻⁻6 ഫാരഡ് ആണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പൈക്കോ ഫാരഡ്. 1 പൈക്കോ ഫാരഡ് PF എന്നാണ് ഡിനോട്ട് ചെയ്യുക. 1 പൈക്കോ ഫാരഡ് ഈക്വൽസ് 10⁻12 ഫാരഡ്. അടുത്ത പോയിന്റ് കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുലയാണ്. ആദ്യം കപ്പാസിറ്റൻസിന്റെ ഫോർമുല എഴുതുക. C is equal to Q/V. പൊട്ടൻഷ്യലിന്റെ ഡയമെൻഷണൽ ഫോർമുല കാണാതെ അറിയില്ലെങ്കിൽ പൊട്ടൻഷ്യലിന്റെ ഫോർമുല എഴുതുക. W is equal to QV എന്നാണ്. അപ്പോൾ V is equal to W/Q. So you will get C is equal to Q into Q/W എന്ന് വരും. ചാർജിന്റെ ഡയമെൻഷണൽ ഫോർമുല IT ആണ്. ഇപ്പോൾ Q into Q എന്ന് പറയുമ്പോൾ Q² I² T² എന്ന് എഴുതാം. വർക്കിന്റെ ഡയമെൻഷണൽ ഫോർമുല ml² T⁻⁻². അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസിന്റെ ഡയമെൻഷണൽ ഫോർമുല വരിക m⁻⁻1 L⁻⁻2 T⁻⁴ I². കപ്പാസിറ്റൻസിന്റെ സിമ്പലാണ്. 2 മെറ്റൽ പ്ലേറ്റിന്റെ ഒരു ഡയഗ്രമാണ് നമ്മൾ ഉപയോഗിക്കുക. ദിസ് ഇസ് ദ സിമ്പൽ ഓഫ് എ കപ്പാസിറ്റർ. അടുത്തത് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് ആണ്. The maximum electric field a dielectric material can withstand without breakdown of its property. നമ്മൾ ഡൈഇലക്ട്രിക്കിന്റെ പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട്. ഡൈഇലക്ട്രിക് ഈസ് ആൻ ഇൻസുലേറ്റർ. ഇൻസുലേറ്ററിന്റെ പ്രത്യേകത എന്താ? ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ചാർജസ്. അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് ചാർജ് കണ്ടക്ട് ചെയ്യില്ല. നമ്മൾ ഡൈഇലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെക്കുകയാണ്. ഇലക്ട്രിക് ഫീൽഡ് വെക്കുമ്പോൾ നമുക്കറിയാം ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഇറ്റ് ഈസ് ഗിവൺ ബൈ ഇ ഇൻ അല്ലെങ്കിൽ EP അല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഡൈഇലക്ട്രിക്കിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക്കിന്റെ ഉള്ളിൽ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ചെയ്യും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഒരു മാക്സിമം വാല്യൂവിനേക്കാൾ കൂടുകയാണെങ്കിൽ ആ ഡൈഇലക്ട്രിക്കിലൂടെ ചാർജ് കണ്ടക്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾക്കറിയാം ഡൈഇലക്ട്രിക് ഒരു ഇൻസുലേറ്റർ ആണ്. ഇറ്റ് ഡസ് നോട്ട് കണ്ടക്ട് ചാർജസ്. But if we apply an electric field which is greater than a particular value, then that dielectric will start to conduct charges. എന്നതിൻ്റെ അർത്ഥം ആ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടായി.
അപ്പോൾ ഒരു ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്ന, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു പ്രത്യേക വാല്യൂവിനേക്കാൾ കൂടുകയാണെങ്കിൽ പിന്നെ ആ ഡൈഇലക്ട്രിക് അതിൻ്റെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഇല്ലാണ്ടാവും. ആ മാക്സിമം ഇലക്ട്രിക് ഫീൽഡിനെ പറയുന്ന പേരാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത്. The maximum value of electric field that a dielectric material can withstand without breakdown. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് എയർ എടുക്കുക. എയറിന്റെ കേസിൽ എയർ ബ്രേക്ക് ഡൗൺ ആവാൻ നമുക്ക് നമ്മൾ അപ്ലൈ ചെയ്യാവേണ്ട വോൾട്ടേജ് 3 × 10⁻⁶ വോൾട്ട് പെർ മീറ്റർ ആണ്. എന്താ അതിന്റെ അർത്ഥം? എയർ ഈസ് ആൻ ഇൻസുലേറ്റർ, എയർ ഈസ് എ ഡൈഇലക്ട്രിക്. ഈ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡിനേക്കാളും കൂടുതൽ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എയർ will then start to conduct charges. It will not act as a dielectric. അപ്പോൾ എയറിന്റെ കേസിൽ അത് ബ്രേക്ക് ഡൗൺ ആവാൻ നമ്മൾ എത്ര ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്താൽ എയർ ബ്രേക്ക് ഡൗൺ ആവും? when you are applying an electric field of 3 × 10⁻⁶ volt per meter, നമുക്കെന്നെ പറയാം, if you are applying an electric field greater than 3 × 10⁻⁶ volt per meter, the air will not behave as a dielectric. നിങ്ങളൊരു കണ്ടക്ടർ എ കൺസിഡർ ചെയ്യുക. ആ കണ്ടക്ടർ എയിലേക്ക് ഒരു ചാർജ് കൊടുത്തു. ലെറ്റ് ക്യൂ ബി ദ ചാർജ് ഓഫ് കണ്ടക്ടർ എ. അപ്പോൾ അതിന് ചുറ്റും ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവും വി. അങ്ങനെയാണെങ്കിൽ കണ്ടക്ടർ എയുടെ കപ്പാസിറ്റൻസ് വരിക സി ഈക്വൽസ് ക്യൂ ബൈ വി. ഇനി നമ്മൾ കണ്ടക്ടർ എൻ്റെ അടുത്ത് വേറൊരു കണ്ടക്ടർ കൊണ്ടുവച്ചു, കണ്ടക്ടർ ബി. ബൈ ഇൻഡക്ഷൻ negative charges will be induced on one side of B and positive charges on the other side of B. ചിത്രത്തിൽ കാണാം, ആ ബീൻ്റെ ഒരു സൈഡിൽ നെഗറ്റീവ് ചാർജും മറ്റേ സൈഡിൽ പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. ഇനി നമ്മൾ ബീനെ എർത്ത് ചെയ്യുമ്പം ഭൂമിയിലുള്ള ഇലക്ട്രോൺസ് ആ വയറിലൂടെ കയറി ബിയിലുള്ള പോസിറ്റീവ് ചാർജസിനെ ന്യൂട്രലൈസ് ചെയ്യും. അപ്പോൾ ബിക്ക് എന്ത് ചാർജേ ഉള്ളൂ? നെഗറ്റീവ് ചാർജസ് മാത്രമേ ഉള്ളൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൻ നെഗറ്റീവ് ചാർജസ് ആർ ഗിവൺ ടു എ കണ്ടക്ടർ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഡിക്രീസസ് എന്ന്. അപ്പോൾ ബിക്ക് നെഗറ്റീവ് ചാർജേ ഉള്ളൂ. ആ നെഗറ്റീവ് ചാർജ് കാരണം അവിടെയുള്ള പൊട്ടൻഷ്യൽ കുറയും. ഫ്രം ഇക്വേഷൻ 1, വെൻ വി ഡിക്രീസസ് ദ കപ്പാസിറ്റൻസ് ഓഫ് കണ്ടക്ടർ എ ഇൻക്രീസസ്. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. നമുക്കെന്തായാലും മനസ്സിലായത്, ഒരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂവെങ്കിലും, ഇപ്പോൾ എ ചാർജുള്ളൊരു കണ്ടക്ടറാണ്, ചാർജുള്ളൊരു കണ്ടക്ടർ മാത്രമേ ഉള്ളൂവെങ്കിലും ആ കണ്ടക്ടറിന് കപ്പാസിറ്റൻസ് ഉണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ നെഗറ്റീവ് ചാർജുള്ള വേറൊരു കണ്ടക്ടർ അവിടെ കൊണ്ടുപോയി വെക്കുന്നത്? അങ്ങനെ കൊണ്ടുപോയി വെക്കുമ്പം അവിടുത്തെ പൊട്ടൻഷ്യൽ കുറയുകയും പ്ലേറ്റ് എ, കണ്ടക്ടർ എയുടെ കപ്പാസിറ്റൻസ് കൂടുകയും ചെയ്യും. ഇതാണ് ഒരു കപ്പാസിറ്ററിൻ്റെ പ്രിൻസിപ്പിൾ. കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അപ്പോൾ എന്താണ് ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ? പേരിലുള്ളതുപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 പാരലൽ പ്ലേറ്റ്സ് ഈച്ച് ഹാവിങ് എ ചാർജ് ക്യൂ. ഒന്നിൻ്റെ ചാർജ് ക്യൂ, മറ്റേൻ്റെ ചാർജ് -q, സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ് d ആൻഡ് ഹാവിങ് ആൻ ഏരിയ a. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 large parallel conducting plates of area A separated by a distance d and the space between the plates. ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള സ്പേസ് ചിലപ്പം വാക്വം ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡൈഇലക്ട്രിക് മീഡിയം കൊണ്ട് ഫില്ല് ചെയ്യും. 2 പാരലൽ പ്ലേറ്റ്സ് കൂടിച്ചേർന്ന ഒരു സംവിധാനമാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഓരോ പ്ലേറ്റിനും ചാർജ് ഉണ്ടാവും. ആദ്യത്തെ പ്ലേറ്റിൻ്റെ ചാർജ് +q, മറ്റേ പ്ലേറ്റിൻ്റെ ചാർജ് -q. പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് d, പ്ലേറ്റുകളുടെ ഏരിയ a. പ്ലേറ്റുകൾക്കിടയിൽ there may be a dielectric medium or sometimes the space between the plates will be free space അല്ലെങ്കിൽ vacuum. നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റൻസ് കാണാൻ പോവുകയാണ്. ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന് ജനറൽ ഫോർമുല C = Q/V ആണ്. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഈ ചാർജ് ക്യൂവിനെ സിഗ്മൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാം. ഈ പ്ലേറ്റിൻ്റെ സർഫസ് ചാർജ് ഡെൻസിറ്റി സിഗ്മയാണെങ്കിൽ you can write sigma equals charge by area. So Q is equal to sigma A. അപ്പോൾ ഞാൻ ക്യൂവിനെ സിഗ്മയുടെ ടേംസിലേക്ക് മാറ്റി എഴുതി. ഞാൻ ഇക്വേഷൻ 2 നോർത്തു കേട്ടോ. ഇനി വിനെ ഞാൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതാൻ പോവാണ്. V equals E0 into D.
ഈ രണ്ട് പ്ലേറ്റുകളുടെ ഇടയിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഗോസസ് തിയറത്തിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ്, ഇഫ് ദർ ആർ ടു പ്ലേറ്റ്സ് having equal and opposite charge, the electric field in between the plates is sigma by epsilon 0. അപ്പോൾ പൊട്ടൻഷ്യലിൻ്റെ ഫോർമുല E0 into D എന്നാണ്. E0ൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുക്കുക. D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ്സ്. അപ്പോൾ വാല്യൂ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഞാൻ ഇക്വേഷൻ 3 എന്ന് കൊടുത്തു കേട്ടോ. ഈ ഫോർമുല ഓർക്കുണ്ടല്ലോ അല്ലേ, V is equal to E into D എന്നുള്ള ഫോർമുല, പൊട്ടൻഷ്യൽ is equal to ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഡിസ്റ്റൻസ്, അത് നമ്മളോട് അപ്ലൈ ചെയ്തു കേട്ടോ. E0ൻ്റെ സ്ഥാനത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 എന്ന് കൊടുത്തു. ഇനി 2ഉം 3ഉം കൂടി എടുത്ത് ഇക്വേഷൻ 1 കൊടുക്കുക. ക്യൂവിൻ്റെ സ്ഥാനത്ത് സിഗ്മ എ എന്ന് കൊടുക്കുക, വിൻ്റെ സ്ഥാനത്ത് സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ കപ്പാസിറ്റൻസ് എന്താ വരിക, സബ് 2 and 3 in 1, C ഈക്വൽസ് സിഗ്മ എ ഡിവൈഡഡ് ബൈ സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഡി. സിഗ്മയും ക്യാൻസൽ ആയിപ്പോൾ C ഈക്വൽസ് എപ്സിലോൺ 0 എ ബൈ ഡി. This is the expression for capacitance of a parallel plate capacitor. നമുക്ക് രണ്ട് ടൈപ്പ് കപ്പാസിറ്റേഴ്സിനെ പറ്റിയിട്ടേ പഠിക്കാനുള്ളൂ. അതിൽ ആദ്യത്തത് സ്പെരിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് ആണ്, രണ്ടാമത്തത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് ആണ്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റൻസ് എത്ര നമുക്ക് കിട്ടിയത്, C is equal to epsilon 0 A by D. ഇതിൻ്റെ ഒരു ഡിസ്കഷനാണ്. അതിൽ ആദ്യത്തെ പോയിന്റ് എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ്. എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു യൂണിറ്റ് എഴുതിയിട്ടുണ്ട്. F is equal to 1/4 pi epsilon 0 Q1 Q2 by R square. അത് വെച്ചിട്ട് നമ്മളൊരു യൂണിറ്റ് എഴുതിയതാണ്. നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്റർ റെഫർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. കൂളുംബ് സ്ക്വയർ ന്യൂട്ടൺ ഇൻവേഴ്സ് മീറ്റർ റേസ് ടു -2 നമ്മൾ എഴുതിയതാണ്. അതേപോലെ നമ്മൾ ഇപ്പം ഈ കപ്പാസിറ്റൻസ് ഓഫ് എ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് എഴുതാം. C is equal to epsilon 0 A by D എന്നല്ലേ, അപ്പോൾ എപ്സിലോൺ 0 വരിക C into D by A എന്നാണ്. Cൻ്റെ യൂണിറ്റ് ഫാരഡ്, ഡിസ്റ്റൻസിൻ്റെ യൂണിറ്റ് മീറ്റർ, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. അപ്പോൾ എപ്സിലോൺ 0ൻ്റെ യൂണിറ്റ് എന്താ വരിക, ഫാരഡ് പെർ മീറ്റർ. ഈ രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഒരു ഫ്രീ സ്പേസിലുള്ള കപ്പാസിറ്റൻസിൻ്റെ ഫോർമുലയാണ് C is equal to epsilon 0 A by D അല്ലേ. ആ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിനിടയിൽ വാക്വത്തിന് പകരം നമ്മളൊരു ഡൈലക്ട്രിക് മീഡിയം ആണ് വെച്ചതെങ്കിലോ, അവിടെയുള്ള ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് K ആണെങ്കിൽ യു ക്യാൻ റൈറ്റ് C is equal to K epsilon 0 A by D. ഒരു മീഡിയം വെച്ചാൽ K epsilon 0 A by D. ഇനി അടുത്ത ചോദ്യം, ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു? It depends on the dielectric constant K, it depends on area A, it depends on distance between the plates D. നോക്കാം നമ്മൾ C proportional to A, ഏരിയ കൂട്ടിയാൽ കപ്പാസിറ്റൻസ് കൂടും. C proportional to K, കൂടുതൽ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഉള്ള ഒരു മീഡിയം ആ പ്ലേറ്റിൻ്റെ ഇടയിൽ വെച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. C proportional to 1/D, പ്ലേറ്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറച്ചാൽ കപ്പാസിറ്റൻസ് കൂടും. ഇനി നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഇപ്പോൾ പഠിച്ചതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റുകളുടെ ഇടയിൽ ഇപ്പോൾ വാക്വം ആണുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താ വരിക, നമ്മൾ പറഞ്ഞതാണ് E is equal to sigma by epsilon 0. ഞാൻ ഇക്വേഷൻ 1 കൊടുത്തിട്ട് E0 എന്ന് ഡിനോട്ട് ചെയ്യുക. വാക്വത്തിലുള്ള ഇലക്ട്രിക് ഫീൽഡ് E0 എന്നും മീഡിയം വെച്ചുള്ള ഇലക്ട്രിക് ഫീൽഡ് E എന്നും. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഡിസ്കഷൻ അങ്ങനെ ആയിരിക്കും. ഫ്രീ സ്പേസിലോ വാക്വത്തിലോ ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് E0 എന്ന് കൊടുക്കും. ഒരു മീഡിയത്തിലുള്ള മീഡിയം വെക്കുമ്പോഴുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ E എന്നും കൊടുക്കും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് ഇൻ വാക്വം E0 ഈക്വൽസ് സിഗ്മ ബൈ എപ്സിലോൺ 0. ഇനി ആ രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിൻ്റെ ഇടയിൽ ഒരു മീഡിയം, ഒരു ഡൈലക്ട്രിക് മീഡിയം വെക്കുകയാണെങ്കിൽ എന്തായിരിക്കും ആ പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ്? ഇലക്ട്രിക് ഫീൽഡ് ബിറ്റ്വീൻ ദ കപ്പാസിറ്റർ പ്ലേറ്റ്സ് വെൻ എ ഡൈലക്ട്രിക് മീഡിയം ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് അറിയാം. E0 ഈക്വൽ സിഗ്മ ബൈ എപ്സിലോൺ 0 K. ഒരു മീഡിയം വെച്ചാൽ എപ്സിലോൺ 0ൻ്റെ സ്ഥാനത്ത് എപ്സിലോൺ 0 K എന്ന് കൊടുക്കുക. ഞാൻ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഇക്വേഷൻ 1 ബൈ ഇക്വേഷൻ 2 ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ E0 by E ഈക്വൽസ് K. So we get a definition for K, a formula for K. K is equal to E0 by E. നമ്മൾ എങ്ങനെ ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഡിഫൈൻ ചെയ്യുക? ഡൈലക്ട്രിക് കോൺസ്റ്റന്റ് ഈസ് ദ റേഷ്യോ between the electric field between the capacitor plates in vacuum to the electric field between the capacitor plates when a dielectric medium is introduced. K equals E0 by E.